ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ആദ്യം തന്നെ കാണിക്കുന്നത് ദേവേൻ എന്തോ ഒരു കാര്യം ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ മുകളിലെ ബാൽക്കണിയിൽ. അപ്പോൾ അങ്ങോട്ടേക്ക് ആദർശ് വരുന്നുണ്ട്. അമ്മ എന്തിനാ വരാൻ പറഞ്ഞത്? അയ്യോ, അമ്മ എന്തിനാ കരയുന്നത്? അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ. ഏയ് ഒന്നുമില്ല മോനെ, ഒരു കാര്യമില്ലാതെ അമ്മ വെറുതെ കരയില്ലെന്ന് എനിക്കറിയാം. അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് എന്നോട് പറ. അത് പറയാൻ തന്നെയാ ഞാൻ മോനെ വിളിപ്പിച്ചത്. അമ്മ ഇങ്ങനെ കരയാൻ മാത്രം എന്താ ഉണ്ടായത്? മോനെ, അനിയെ കണ്ടിരുന്നോ വരുമ്പോ? ഇല്ല, അവൻ രാവിലെ തന്നെ ഇങ്ങോട്ട് പോയിട്ടുണ്ടെന്നാ തോന്നുന്നത്. അവൻ രാത്രി എപ്പോഴാ വരാറ്? അത് എനിക്കറിയില്ല അമ്മേ. ആദർശേ, നീ ഇതൊക്കെ എന്താ മോനെ തിരക്കാത്തത്? അവനിപ്പോ കൊച്ചു കുട്ടിയൊന്നുമല്ല, കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാ. അവനറിയാലോ സമയമാകുമ്പോൾ വീട്ടിലെത്തണമെന്ന്. പ്രത്യേകിച്ച് അനാമികയുടെ അടുത്ത് അവൻ്റെ കൂടെ അടവ് നടക്കില്ല. അവന്റെ ജീവിതം ഞങ്ങളൊക്കെ തകർത്തല്ലേ മോനെ? എന്താ എന്താ അതിന് മാത്രം ഇവിടെ ഉണ്ടായത്? എടുത്തു ചാടിയായിരുന്നു ഈ വിവാഹം നടത്തിയത്. അവരെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ പോലുള്ള സാവകാശം നമ്മളാരും കാണിച്ചില്ല. പുരോഹിതൻ കല്യാണത്തിന് മുൻപ് തന്നെ പറഞ്ഞതായിരുന്നു എനിക്ക് 2 വിവാഹം ഉണ്ടെന്നുള്ളത്. പക്ഷെ അന്ന് ഞാനും ജാനകിയൊക്കെ അതിനെ എതിർത്തു. കല്യാണത്തിന് അന്ന് പുരോഹിതൻ വന്ന് പറഞ്ഞിട്ടും പുരോഹിതനെ ഞങ്ങൾ എതിർത്തു. അതിനൊക്കെ കാരണം നയനയെക്കുറിച്ച് പുരോഹിതൻ പറഞ്ഞ വാക്കുകളായിരുന്നു. അപ്പോഴത്തെ നയനയോടുള്ള ദേഷ്യത്തിനാ ഞാനും ജാനകിയൊക്കെ അങ്ങനെ ചെയ്തത്. ഒരു വാഴക്കല്യാണം വെച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്ന് ഞങ്ങളും കരുതി. ശരിക്കും പറഞ്ഞ പുരോഹിതൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ? അമ്മ ഇതെന്തൊക്കെയോ പറയുന്നത്? എനിക്കൊന്നും വ്യക്തമാവുന്നില്ല. ആദർശേ, നീ എന്തെങ്കിലും അനിയുടെ ജീവിതം ശാശ്വതമാണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അവന് കല്യാണത്തിന് മുന്നേ ഒരിക്കലും ഹാപ്പി അല്ലായിരുന്നു. അതിനുശേഷം എനിക്ക് അങ്ങനെ തന്നെയാ തോന്നിയത്. പിന്നെ അതെന്തെങ്കിലും അവർ പറഞ്ഞ് തീർത്ത് സോൾവ് ചെയ്തോളൂ എന്നുള്ള ആശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നാൽ അത് നടക്കാനൊന്നും പോകുന്നില്ല. അതെന്താ അമ്മ അങ്ങനെ പറയുന്നേ? ഞാൻ ഇന്നലൊരു സംഭവം കണ്ടു. അത് എനിക്ക് എൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. ചേട്ടനോട് പറഞ്ഞാൽ ചേട്ടനൊന്നും എങ്ങനെ പ്രതികരിക്കുന്ന എനിക്കറിയില്ല. എനിക്കാകെ പേടിയാ. ഇപ്പോൾ ഓരോ ദിവസം എന്ത് നടക്കും എന്നുള്ള ആദ്യം എൻ്റെ മനസ്സിൽ. ഓരോ ദിവസം അണയാത്ത തീയുമായിട്ടാണ് ഞാൻ നടക്കുന്നത്. ഇന്നലെ എന്താ ഉണ്ടായതമ്മേ? ഇന്നലെ ഒരു 8:30 ആയപ്പോൾ ഞാൻ അനിയെ കാണാൻ വേണ്ടി മുറിയിലേക്ക് ചെന്നിരുന്നു. പിന്നെ കാണിക്കുന്നത് ആ മുറിയിൽ നടക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. ആനി മുറിയിലിരുന്ന് ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട്. അനാമിക വന്നതിന്റെ ബാക്കിൽ തന്നെയാട്ടോ ഈ ദേവയാനി വരുന്നത്. എന്നാൽ ഇവരുടെ ആദ്യത്തെ സംസാരം കേട്ടപ്പോൾ തന്നെ ദേവയാനിക്ക് ഒരു അടി മുന്നോട്ട് വെക്കാൻ പറ്റാത്ത അവസ്ഥയായി. അനി, എന്താ അനാമികെ? അനി, എനിക്ക് പെട്ടെന്നൊരു 30,000 വേണം. 30,000? നിനക്കെന്തിനാ ഇപ്പം 30,000? എനിക്കൊരാവശ്യമുണ്ട്, അത് തൽക്കാലം അനി അറിയണ്ട. ഇങ്ങനെ ഞാൻ അറിയാതെ എത്ര പൈസ നിനക്ക് തന്നുപോയി? അതിന് വല്ല കണക്കുണ്ടോ? ഓഹോ, അപ്പൊ നീ എന്നോട് കണക്ക് പറയണോ? അനാമികെ, നീ എന്തൊക്കെയാ പറയുന്നത്? നിനക്കിപ്പോൾ ഇത്ര തവണ ഞാൻ ക്യാഷ് തന്നു. ശരി, നീ ക്യാഷ് തരണ്ട. പിന്നെ ഞാൻ ഇന്ന് ഇവിടെയാ കിടക്കുന്നത്. ഇവിടെയോ? നീ എന്തിനാ ഇവിടെ കിടക്കുന്നത്? ഓഹോ, അപ്പൊ കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും 2 മുറിയിലാണോ കിടക്കേണ്ടത്? ഇതുവരെ നീയും ഞാൻ എങ്ങനെയായിരുന്നു കിടന്നത്? 2 മുറിയിലല്ലേ? അതുപോലെ നീ നിന്റെ മുറി പോയി കിടക്കാൻ നോക്കി. പറ്റില്ല, പണം കിട്ടാതെ ഞാൻ ആ മുറിയിൽ കിടക്കുന്ന പ്രശ്നമില്ല. അനാമികെ, നീ എന്നെ ടോർച്ചർ ചെയ്തപ്പോൾ കുറേ പൈസയായി തട്ടിയെടുക്കുന്നു. ഇതെന്തിനാന്ന് ചോദിച്ചിട്ട് നിനക്ക് വ്യക്തമായിട്ടൊരു ഉത്തരവില്ല. ഇനി അതിനുള്ള ഉത്തരം നീ എപ്പോൾ തരുന്നു അപ്പം ഞാൻ നിനക്ക് പണം തരണോ വേണ്ടോ എന്നുള്ളത് ആലോചിക്കാം. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ പിന്നെ ഞാൻ ഇവിടെ തന്നെ കിടക്കും. ഞാൻ നിന്റെ ഭാര്യയാ. എന്തിന്? പേരിൽ മാത്രമാണോ ഭാര്യ? നീ ശരിക്കും എന്നെ പണത്തിന് വേണ്ടി മാത്രമല്ലേ വിവാഹം കഴിച്ചത്? കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാ നിന്റെ ഈ പണത്തിനുള്ള ബുദ്ധിമുട്ടിക്കൽ. ഇടയ്ക്കിടയ്ക്ക് പണം വാങ്ങിച്ചുണ്ടാവും. എന്തിനാ ഏതാന്ന് ആർക്കറിയാം? സത്യം പറഞ്ഞെങ്കിലല്ലേ അറിയാൻ പറ്റൂ. ആണോ? എങ്കിൽ പിന്നെ നീ അറിയണ്ട ഞാൻ പണം എന്തിനാ വാങ്ങിക്കുന്നതെന്ന്. ശരി, നീ ഇപ്പം ചോദിച്ച പണമില്ലേ, അതെനിക്ക് തരാൻ മനസ്സില്ല. കുഴപ്പമില്ല, ഞാൻ ഇവിടെ തന്നെ കിടക്കും. നീ കിടന്നോ, എനിക്കൊരു കുഴപ്പമില്ല. ഞാനേ പുറത്ത് സോഫയിൽ പോയി കിടന്നോളാം. ഇതൊക്കെ ദേവയാനി പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ദേവയാനിയുടെ ചങ്ക് പൊട്ടുന്ന വേദനയാണ് ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും. ദേവയാനിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. ഞാനേ നിന്നെ ഭാര്യയായിട്ട് കാണുന്ന പോലുമില്ല. കാരണം നീ എൻ്റെ പണത്തെ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അതേടാ, ഞാൻ അതിനു വേണ്ടി മാത്രമാണ് വന്നത്. എനിക്ക് കിട്ടേണ്ടത് കിട്ടിയാലേ ഞാൻ അപ്പം ഈ പടി ഇറങ്ങിക്കോളാം. എന്താ, നിനക്ക് തരാൻ പറ്റുമോ? കൂടുതൽ കിടന്ന് പ്രസംഗിക്കുകയൊന്നും വേണ്ട. ഇപ്പോഴേ പെൺകുട്ടികളുടെ ഭാഗത്താ നിയമം മുഴുവനും. എന്തെങ്കിലും ഇല്ലാത്ത കേസുണ്ടാക്കി നിന്നെ കൊടുക്കാൻ എനിക്ക് അറിയാൻ പാടില്ലായിട്ടല്ല. പിന്നെ എന്റെ ലക്ഷ്യം നിറവേറട്ടെ. നീ എന്ത് കരുതി നിന്നെ നോക്കി ഞാൻ ശിഷ്ടകാലം ഇവിടെ അങ്ങ് ജീവിക്കുമെന്നോ? എന്നാലേ നിനക്ക് തെറ്റി. ഞാൻ നീ കരുതുന്ന പോലെ ഒരു പെൺകുട്ടിയല്ല. അതെനിക്ക് നേരത്തെ അറിയാം. പക്ഷേ എൻ്റെ വീട്ടിലുള്ളവരെ നീ നല്ല രീതിക്ക് തന്നെ മയക്കിയെടുത്തു. എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം എൻ്റെ തലവരയാ. ആ തലവര മാറ്റി എഴുതാനേ ആരെക്കൊണ്ടും പറ്റില്ല. അതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അനി പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ദേവയാനി ഒരു സൈഡിലേക്ക് മാറി നിൽക്കുന്നുണ്ട്. ദേവയാനിയുടെ കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു സന്ദർഭത്തോട് കൂടിയിട്ട് ആ ഒരു കഥ അവിടെ അവസാനിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വീണ്ടും ആദർശിൻ്റെ അടുത്ത് ദേവയാനി പറയുന്നതാട്ടോ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കേൾക്കുമായിരുന്നു മോനെ. അമ്മ ഇത്രയൊക്കെ സംഭവം നടന്നിട്ട് ആരും അറിയിച്ചില്ലേ? എനിക്ക് ആരും അറിയിക്കാനുള്ള ധൈര്യമില്ല.
എനിക്കാകെ പറയാൻ പറ്റിയത് എൻ്റെ മോനോടാ. മോന് ഇതാരോടും പറയണ്ട, പക്ഷേ ആ അനാമികയുടെ ഫാമിലിയെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കണം. അമ്മേ, കല്യാണത്തിൻ്റെ അതേ ദിവസം തന്നെ അവളുടെ അച്ഛനെ 1-2 പേര് ശല്യപ്പെടുത്തിയിരുന്നു പണത്തിന് വേണ്ടിയിട്ട്. അന്ന് അയാൾ പറഞ്ഞത് ബിസിനസ് എന്തോ തകർന്നതിന് ശേഷം അയാൾക്ക് കൊടുക്കാനുള്ള പണമാണെന്നാ. അത് ആവശ്യമില്ലാത്ത പണം ആയതുകൊണ്ടാണ് വേണമെങ്കിൽ കൊടുക്കാത്തതെന്നും പറഞ്ഞു. എനിക്ക് തോന്നുന്നു അവർ കടം കൊടുക്കാനുള്ള ആളായിരുന്നു അതെന്ന്. അതാ ഞാൻ പറഞ്ഞത്, മോൻ ഇത് വേറെ ആരോടും പറയണ്ട, ഒന്ന് അവിടെ പോയി അന്വേഷിക്കണമെന്ന്. അമ്മേ, ഞാൻ നയനയോട് ഈ കാര്യം പറയും. മോനെ, നയനയെ ഞാൻ എപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടുള്ളൂ, പക്ഷേ ഈ കാര്യത്തിൽ ഇത് നയനെ അറിയണമെന്ന് എനിക്കും തോന്നുന്നു. നിങ്ങൾ 2 പേരും അവളുടെ ഫാമിലിയെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കണം. ശരി അമ്മേ, എൻ്റെ അമ്മ ഇതേക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. മോനെ, എൻ്റെ വിഷമം അതല്ല, എനിക്കിപ്പോൾ എന്നോട് പഴയ പോലെയുള്ള സ്നേഹമൊന്നുമില്ല. കാരണം ഞങ്ങളൊക്കെ നിർബന്ധിച്ചല്ലേ ആ അനാമികയെ വിവാഹം കഴിച്ചത്. അമ്മേ, അങ്ങനെയൊന്നുമില്ല. അവൻ്റെ ലൈഫ് ഏകദേശം ഓക്കെ ആയി വന്നാൽ എല്ലാം റെഡിയാകുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അടിപൊളി ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ. അതായത് ആദർശ് ഇത് നേരെ വന്നിട്ട് നയനയോട് പറയുന്നുണ്ട്. അങ്ങനെ നയനയും ആദർശും കൂടി ഇവരുടെ ഫാമിലിയെ കുറിച്ച് അന്വേഷിക്കാനൊക്കെ പോകുന്നുണ്ട്. അതിനിടയിൽ നല്ലൊരു അടിപൊളി ട്വിസ്റ്റ് കിടക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ അനാമികയുടെ മുറിയിലേക്ക് നയന ക്ലീൻ ചെയ്യാൻ വരുന്നുണ്ട്. ആ സമയം തന്നെ അനാമികയ്ക്ക് പറ്റാത്തൊരു സംഭവം നടക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ അനാമിക നയനയെ തല്ലുകയാണ് കേട്ടോ. എന്നാൽ ഇത് കേട്ടോണ്ട് വന്ന ദേവയാനിക്ക് സഹിക്കാൻ പറ്റാത്ത ദേവയാനി നല്ലൊരു അടി വെച്ച് കൊടുക്കുന്നുണ്ട് അനാമികയുടെ മുഖത്ത്. അപ്പോൾ ഏകദേശം അനാമികയ്ക്ക് പുറത്ത് പോകാനായിട്ടുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. നെക്സ്റ്റ് എപ്പിസോഡ് കിട്ടാനായിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.